നാരായണ. കൃഷ്ണ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. ഹരി ഓം. നാരായണ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം
പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഗീതാ സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭഗവത്ഗീത 2-ാം അധ്യായം 43-ാം ശ്ലോകം വ്യാഖ്യാനിച്ചു. ഇനി 44 മുതൽക്കുള്ള ശ്ലോകങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കടക്കും. നമുക്ക് 30-ാം ശ്ലോകം മുതൽക്ക് 43 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 30 മുതൽക്കേ പാരായണം ചെയ്യുന്നുള്ളൂ. 11 മുതൽ 30 വരെയുള്ളത് പല പ്രാവശ്യം ചൊല്ലിക്കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ നല്ലോണം ബൈഹാർട്ടായിട്ടുണ്ടാവും. 31 മുതൽക്കാണ് നമ്മൾ പുതിയ ഭാഗം ആരംഭിച്ചത്. അപ്പോൾ ആ 31 മുതൽക്ക് 43 വരെയുള്ള ഭാഗം ആരംഭിക്കും. ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായാം ദ്വിതീയോധ്യായേ ദ്വിതീയോധ്യായഃ സാംഖ്യയോഗഃ. ശ്രീഭഗവാനുവാച സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദ്ധിയുദ്ധാത് ശ്രേയോന്യതഃ ക്ഷത്രിയസ്യ ന വിദ്യത്തെ യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം അദചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യത്തെ ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ
സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി ഏഷാ തേ അഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് വ്യവസായാത്മികാ ബുദ്ധിഃ ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. നാരായണ. ഇതുവരെയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. തുടർന്ന് കാണാമെന്ന്. അപ്പം ഇവിടെ കർമ്മയോഗം എന്ന ഭാഗത്തേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുകയാണ്. ആ സന്ദർഭത്തിൽ സകാമമായി മാത്രം കർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്ന് നിന്ദിച്ചു, അല്പം പരിഹസിച്ചു. അവരെന്തിനാണ് വേദത്തിൽ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത് എന്നറിയാതെ കർമ്മങ്ങളുടെ കുരുക്കുകളിലേക്ക് സ്വയം കുരുങ്ങിപ്പോകുന്നു, കർമ്മങ്ങളാകുന്ന വലയിൽ പെട്ടുപോകുന്നവർ. അപ്പോൾ വേദങ്ങളിൽ കർമ്മകാണ്ഡങ്ങളിൽ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത് നമ്മളെ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് ഉയർത്താനും, രജോ ഗുണത്തിൽ നിന്ന് പിന്നീട് നമ്മളെ സത്വഗുണത്തിലേക്ക് ഉയർത്താനും, പിന്നീട് നമ്മെ ഗുണങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഉയർത്താനും വേണ്ടിയിട്ടുള്ള പടികളിൽ ആദ്യ പടിയാണ് ഈ വൈദിക യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യ പടിയിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുക, മുകളിലോട്ട് പ്രൊമോഷൻ ഇല്ലാതെ. അതാണ് ഇവിടെ ഭഗവാൻ പരിഹസിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ ഇരിക്കാൻ നല്ല സുഖം, കൂടുതൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോയാൽ പഠിക്കാൻ കൂടുതൽ വിഷമമുള്ള വിഷയങ്ങളാണ്, കഷ്ടപ്പാടുകളാണ് എന്ന് കരുതി കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിൽ നിന്ന് നമ്മളെ 2-ാം ക്ലാസ്സിലേക്ക് പാസ്സാക്കിയാലും നമുക്ക് പോകാൻ മടിയുണ്ടാവും. 1-ാം ക്ലാസ്സിലെ ടീച്ചറുമായിട്ട് നമ്മൾ വളരെ അടുത്തു, വളരെ സ്നേഹമായിരുന്നു, നല്ല വാത്സല്യമായിരുന്നു. 2-ാം ക്ലാസ്സിലെ ടീച്ചറെ കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നു, അല്ലേ? അവർ ചിലപ്പോൾ പാവമായിരിക്കാം, നല്ലവരായിരിക്കാം, പക്ഷെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയമാകുന്നു. 1-ാം ക്ലാസ്സിലത്തെ ടീച്ചർ നമ്മളെ നല്ല വാത്സല്യത്തോടുകൂടി സ്നേഹിച്ച് എല്ലാം പറഞ്ഞു തന്നു, കഥകളൊക്കെ പറഞ്ഞു തന്നു, പാട്ടുകളൊക്കെ പാടിത്തന്നു, നല്ല ചിത്രങ്ങൾ വരച്ചു തന്നു, അങ്ങനെ നമ്മളെ രസിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പം നമുക്കത് വിട്ടുപോകാൻ മനസ്സില്ല. 2-ാം ക്ലാസ്സിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്തപ്പോൾ നമ്മൾ കരയുകയാണ്. ഞാൻ 1-ാം ക്ലാസ്സിലേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മെ സമ്മതിക്കുമോ? സ്കൂളുകാർ സമ്മതിക്കുമോ? അച്ഛനമ്മമാർ സമ്മതിക്കുമോ? സമൂഹം സമ്മതിക്കുമോ? നിർബന്ധിതരായി നമ്മൾ കരഞ്ഞാലും നമ്മളെ 2-ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും. കുറച്ച് ദിവസമൊക്കെ നമുക്ക് വിഷമമൊക്കെ ആവും, എന്നാലും പിന്നീട് 2-ാം ക്ലാസ്സുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവും. പിന്നെ അത് നല്ലതായി തോന്നും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മുകളിലോട്ട് പോകേണ്ടി വരും. അടുത്ത വർഷം 3-ലേക്ക് 4-ലേക്ക് ഇങ്ങനെ ഉയർന്നുയർന്നു പോകണം. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ ജീവിതം ഉയരാനുള്ളതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ
വളരാനുള്ളവനാണ്, എന്നും ഒരുപോലെ ഇരിക്കാനുള്ളവനല്ല. മാനവൻ എന്ന വാക്കിന് ആ ഒരു അർത്ഥവും കൂടിയുണ്ട്. പുതുമകളെ അറിയുന്നവൻ, പുതുമകളെ തേടുന്നവൻ, പുതിയ പുതിയ അറിവ് നേടുന്നവൻ, പുതിയ ഉയരങ്ങളെ കീഴ്പ്പെടുത്തുന്നവൻ എന്നൊക്കെയാണ് മാനവ ശബ്ദത്തിന് ഒരർത്ഥം. മാതി നവമിതി മാനവ. മാതി നവം, നവം നവം മാതി, പുതിയ പുതിയ അറിവുകൾ നേടുന്നവൻ മാനവൻ. അപ്പൊ എന്നും ഒരുപോലെ ഇരിക്കാൻ പാടുള്ളവനല്ല മാനവൻ എന്ന് പറയാം. അപ്പൊ അതുപോലൊരു വ്യവസ്ഥയാണ് വേദങ്ങളിലും ഉള്ളത്. വേദങ്ങളിൽ ഏറ്റവും പ്രാകൃതന്മാരായിരിക്കുന്ന ആളുകളെ, തമോ ഗുണികളായിരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർക്ക് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു. ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം, ഇന്ന സുഖം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കുകയാണ്. അതാണ് അവിടെ പുഷ്പിതാം വാചം പ്രവദന്തി എന്നൊക്കെ പറഞ്ഞത്. മനോഹരങ്ങളായ വാക്കുകൾ പറഞ്ഞ്, അർത്ഥവാദങ്ങളെല്ലാം പറഞ്ഞ്, ഫലശ്രുതികളെല്ലാം പറഞ്ഞ് നമ്മെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യിക്കാൻ, അങ്ങനെ ഒരു വൈദിക കർമ്മങ്ങളിൽ തൽപരരാക്കി മാറ്റാൻ, അതിൽ രുചിയുള്ളവരാക്കി മാറ്റാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അതേ കർമ്മത്തെ, സകാമമായി അനുഷ്ഠിച്ചിരുന്ന കർമ്മത്തെ ഉപാസനയാക്കി മാറ്റണം, ഈശ്വരാർപ്പണമാക്കി മാറ്റണം. സകാമമായത് ഈശ്വരാർപ്പണമാക്കി മാറ്റണം. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മം കർമ്മയോഗമായി പരിണമിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേജ് കർമ്മം, കർമ്മത്തിൽ തൽപരരാക്കുക. പിന്നീട് അതേ കർമ്മത്തെ തന്നെ കർമ്മയോഗമാക്കി മാറ്റുക. കർമ്മവും കർമ്മയോഗവും ഒന്നല്ല. സ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും കർമ്മയോഗമല്ല. കർമ്മയോഗം എന്ന് പറയുമ്പോൾ അവിടെ സ്വാർത്ഥത കുറച്ചുകൊണ്ട് ഈശ്വരാർപ്പണമാക്കി മാറ്റുമ്പോൾ മാത്രമാണത് കർമ്മയോഗമായി മാറുന്നത്. അപ്പം എല്ലാ കർമ്മവും കർമ്മയോഗമല്ല. കർമ്മം വേറെ, കർമ്മയോഗം വേറെ. അതൊക്കെ 3-ാം അധ്യായത്തിൽ നമ്മൾ വിശദമായി കാണും. അപ്പോൾ ആ കർമ്മത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക് ഉയർത്താൻ, അല്ലാതെ ആദ്യമേ കർമ്മയോഗം വിധിച്ചാൽ നമ്മൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കലുണ്ടാവില്ല. മൂഢന്മാരായിരുന്നിടത്തുനിന്ന് കർമ്മയോഗം ആദ്യമേ വിധിച്ചാൽ അതിലേക്ക് നമ്മൾ വരില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ, നമ്മളെ പ്രലോഭിപ്പിച്ചു, നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ പല ഫലങ്ങളും കാണിച്ചു തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നമ്മൾ കർമ്മങ്ങളിൽ തൽപരരായി മാറുമ്പോഴാണ് പിന്നീട് കർമ്മയോഗത്തിലേക്ക് നമ്മൾ അധികാരികളായി മാറുന്നത്. അങ്ങനെ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ബ്രഹ്മജ്ഞാനത്തിന് അധികാരികളായി തീരുന്നത്. ഗുരുക്കന്മാരിൽ നിന്ന് വേദാന്ത തത്വങ്ങൾ, ഉപദേശം സ്വീകരിച്ച് ആ വേദാന്ത വിഷയങ്ങൾ ഗ്രഹിക്കുവാനുള്ളതായിട്ടുള്ള ആ ഒരു പക്വത നമ്മൾ ആർജിക്കുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ എവല്യൂഷൻ, നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ എവല്യൂഷൻ, ആന്തരികമായിട്ടുള്ള വികാസം, ഒരു പരിണാമം, ട്രാൻസ്ഫർമേഷൻ, ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വേദങ്ങൾ വളരെ ശാസ്ത്രീയമാണ്. അതിൻ്റെ എന്താ പറയുക, നിയമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതറിയാത്ത മൂഢന്മാർ മാത്രമാണ് ഈ പറഞ്ഞ പുഷ്പിതങ്ങളായ വാക്കുകളിൽ കുടുങ്ങിക്കിടന്ന് എന്നും കർമ്മം ചെയ്യലാണ് ജീവിത ലക്ഷ്യം, സുഖഭോഗങ്ങൾക്കായിക്കൊണ്ട്, സ്വർഗാദി ലോകപ്രാപ്തിക്കായിക്കൊണ്ട് കർമ്മം, സകാമമായ സ്വാർത്ഥമായ കർമ്മം ചെയ്യലാണ് വേദങ്ങൾ വിധിച്ചിരിക്കുന്നത് എന്ന് വാദിക്കുന്നവർ ആ കൂട്ടരാണ്. അതാണ് വേദവാദരഥാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാന സ്വർഗപരാഹ എന്നൊക്കെ അവരെയാണ് പറഞ്ഞത്. ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി എന്ന് വരെ പറഞ്ഞു നിർത്തിയത് അക്കൂട്ടരെ കുറിച്ചാണ്. അടുത്ത ശ്ലോകം ഭോഗൈശ്വര്യ പ്രസക്താനാം എന്നുള്ള ശ്ലോകം നമുക്ക് കാണാം. അതിൻ്റെ ഭാഷ്യം കാണാം. 44-ാം ശ്ലോകം. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയത്തെ.
ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാദൗ ന വിധീയതേ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ 2 ശ്ലോകങ്ങളുടെ തുടർച്ചയാണ് ഈ 44-ാമത്തെ ശ്ലോകം. 42, 43, 44 മൂന്നും കൂടി ചേർത്തിട്ടുള്ള ഒരു ആശയമാണ്. അപ്പോൾ എന്താണ് ഇവിടെ? ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃത ചേതസാം. അപ്പോൾ ഭോഗ ഐശ്വര്യ പ്രസക്താനം, ഭോഗം എന്ന് പറഞ്ഞാൽ ഉപഭോഗം, സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള താല്പര്യം. ഭോഗത്തിലും ഐശ്വര്യത്തിലും, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരഭാവം. ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുക, ഭരിക്കുക, മറ്റുള്ളവരെ എന്താ പറയുക, ഡോമിനേറ്റ് ചെയ്യുക, നമ്മുടെ കാൽക്കീഴിലാക്കുക എല്ലാവരെയും. അതാണ് ഈശ്വരഭാവം. അപ്പോൾ ഐശ്വര്യം. അപ്പം ഇങ്ങനെ ഭോഗങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും വേണ്ടി, സുഖഭോഗങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും മറ്റുള്ളവരുടെ മേലെ അധീശത്വത്തിനും വേണ്ടി പ്രസക്തന്മാര്, പ്രസക്താനാം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ സക്താനാം, നല്ലതുപോലെ ആസക്തിയുള്ളവർ. ആസക്തി തന്നെയാണ് പ്രസക്തി. ആസമന്താത് സക്തി, പ്രകർഷേണ സക്തി, രണ്ടും തുല്യ പദങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രസക്തന്മാർ, പ്രകർഷേണ സക്തന്മാർ, അമിതമായ ആസക്തിയുള്ളവർ എന്നർത്ഥം. ഭോഗങ്ങളിലും സ്ഥാനമാനങ്ങളിലും മറ്റുള്ളവരുടെ മുകളിലുള്ള അധീശത്വത്തിലും നല്ലതുപോലെ കൊതിയുള്ള ആളുകൾക്ക് ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃത ചേതസാം. തയാ എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്ത കൊണ്ട്, ഈ പ്രസക്തി ആസക്തിയാൽ അപഹൃത ചേതസ, അവരുടെ ചേതസ്, അവരുടെ ബുദ്ധി അപഹരിക്കപ്പെട്ടിരിക്കുന്നു, ആകെ കലുഷിതമാണ്, മോഹിതമാണ്. ഈ ഒരു ആസക്തിയാണ് അവരെ നയിക്കുന്നത്, വലിച്ചഴക്കപ്പെടുകയാണ് ആസക്തിയാൽ. അങ്ങനെയുള്ള ആളുകൾക്ക്, ഓരോരോ കാമനകൾ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് വിഷയഭോഗങ്ങൾ അനുഭവിക്കണം, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണം, മറ്റുള്ളവരെ കീഴ്പ്പെടുത്തണം, എല്ലാവരുടെ മുകളിലും ആധിപത്യം വേണം എന്നുള്ളതായിട്ടുള്ള ആളുകൾ. ഇതൊരു തരം രജോഗുണം വർദ്ധിച്ച ആസുരികതയെ പ്രാപിച്ച അവസ്ഥയാണ്. ഒരു അസുരഭാവമാണിത്. ആ ഒരു ആസുരികമായിട്ടുള്ള ഭാവം വർദ്ധിച്ചു വന്നിട്ടുള്ള വിഷയതൽപരന്മാരായ, വിഷയലംബടന്മാരായിരിക്കുന്ന ആളുകൾക്ക് വ്യവസായാത്മിക ബുദ്ധി സമാദൗ ന വിധീയതേ. അവരുടെ ബുദ്ധി വ്യവസായാത്മികയാവുന്നില്ല. വ്യവസായാത്മിക, നിശ്ചയാത്മിക, ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു വിഷയത്തിൽ ഏകാഗ്രമായി ഏകാത്മപ്രത്യയമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവരെ വിവിധ വിഷയങ്ങൾ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ വിവിധ ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെ പിടിച്ചടക്കണം, എവിടെയൊക്കെ എന്തൊക്കെ നേടണം, ഏതൊക്കെ ഭോഗങ്ങൾ അനുഭവിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു അമിതമായിട്ടുള്ള ആസക്തി, തൃഷ്ണ, അത് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അജിറ്റേറ്റഡ് ആണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾ. അവരുടെ ഉള്ളിലുള്ള ഈ വാസനകൾ, ഈ കാമം, ഈ ആസക്തി അവരുടെ ഉള്ളിൽ അജിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, വിക്ഷേപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് അവർക്ക് ബുദ്ധി ഉറയ്ക്കുന്നില്ല. വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. അവർക്ക് സമാധിയിൽ ഉറയ്ക്കുന്നില്ല എന്നർത്ഥം. സമാധി എന്ന് പറഞ്ഞാൽ ചിത്തത്തിന്റെ ശാന്തിയാണ് സമാധി, സമാധാനം തന്നെയാണ് സമാധി, സമ്യക് ആധാനം തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. സമാധാനം, ശാന്തമായിരിക്കുന്ന, വിക്ഷേപരഹിതമായിരിക്കുന്ന അവസ്ഥയാണ് സമാധി. സമ്യക് ആധീയതേ യസ്മിൻ സർവാഹ ചിത്തവൃത്തയഃ. എല്ലാ ചിത്തവൃത്തികളും അടങ്ങിയ അവസ്ഥയ്ക്ക് പേരാണ് സമാധി എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഈ ചിത്തവൃത്തികൾ അടങ്ങുന്നില്ല, ശാന്തി ഉണ്ടാകുന്നില്ല. അവരുടെ ഉള്ളിൽ എപ്പോഴും തിളച്ച് മറിയുകയാണ്, കൊതിയാണ് അവരുടെ ഉള്ളിൽ, കൊതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണോ ഇന്ധനം നല്ലതുപോലെ ഉള്ള ഒരു അടുപ്പത്ത്, വിറകാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും നല്ലതുപോലെ ഇന്ധനമുള്ള
ശക്തമായ ഫ്ലെയിംസ് കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഇന്ധനത്തിൻ്റെ മുകളിൽ, അഗ്നിയുടെ മുകളിൽ വച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളം എങ്ങനെയാണോ തിളച്ച് കൊതിച്ചുകൊണ്ടിരിക്കുക, തമിഴര് പറയുന്ന ഭാഷ കൊതിക്കുക എന്നാണ്. ഈ തിളയ്ക്കുന്നതിന് നമ്മൾ മലയാളത്തിൽ തിളയ്ക്കുക എന്ന് പറയുന്നു, അവർ കൊതിക്കുക എന്ന് പറയുന്നു. കുതിക്കൽ തന്നെയാണത്. കൊതിക്കലും കുതിക്കലും ഒന്ന് തന്നെയാണ്. പുറത്തേക്ക് കുതിച്ച് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ഈ വെള്ളം പുറത്തേക്ക് കുതിക്കാൻ, ഈ കൊതിക്കാൻ, ഈ തിളയ്ക്കാൻ അടിയിൽ തീയുള്ളതാണ്. ഈ തീയിന് ശക്തി ആരാ കൊടുക്കുന്നത്? അതിൻ്റെ ഉള്ളിലുള്ള ഇന്ധനമാണ്. അപ്പൊ എത്രത്തോളം ഇന്ധനമുണ്ടോ അത്രത്തോളം ശക്തമായിട്ട് ആ ഇന്ധനത്തെ നമ്മൾ എത്രത്തോളം തുറന്നു വിടുന്നുവോ, ഗ്യാസ് ആണെങ്കിൽ അതിനെ എത്രത്തോളം നമ്മൾ തുറന്നു വിടുന്നുവോ, അല്ല ഇലക്ട്രിക് സ്റ്റൗ ആണെങ്കിൽ ആ വോൾട്ടേജ് എത്രത്തോളം കൂട്ടിക്കൊടുക്കുന്നുവോ, വിറകാണെങ്കിൽ നമ്മൾ ആ വിറകിനെ കൂട്ടിക്കൊടുത്തുകൊണ്ട് നന്നായിട്ട് കത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുവോ, അങ്ങനെ ഏത് ഇന്ധനമാണോ ധാരാളമുള്ളത് ആ ഇന്ധനത്തിന് തുറന്ന് കത്താനുള്ളതായിട്ടുള്ള അവസരം കൊടുക്കുമ്പോൾ എത്രത്തോളം ഇന്ധനം ആളിക്കത്തുന്നുവോ അതിനനുസരിച്ച് ഇതിലുള്ള പാത്രത്തിലുള്ള വെള്ളം തിളച്ചു മറിയുന്നു. അപ്പം നമ്മുടെ ഈ മനസ്സ് എന്നത് ഈ പാത്രത്തിലെ വെള്ളം പോലെയാണ്. അതിൻ്റെ പുറകിലുള്ള ഈ തീയും ഇന്ധനവുമാണ് നമ്മുടെ വാസന, നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അഥവാ വാസന എന്ന ഇന്ധനം എത്ര ശക്തമാണോ അതിനനുസരിച്ചാണ് നമ്മുടെ മനസ്സിൻ്റെ ഈ കുതിപ്പ് അഥവാ ഈ വിക്ഷേപം, ഈ തിളച്ചു മറിയുന്ന അവസ്ഥ. അപ്പോൾ ആരുടെ ഉള്ളിലാണോ ഈ വാസനാ ഇന്ധനം കുറഞ്ഞത്, അല്ലേ, നമ്മൾ സ്റ്റൗവിൽ ഇന്ധനം കുറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാസ് കഴിഞ്ഞാൽ കത്തുന്നത് പോലെ തോന്നും, പക്ഷെ തിളച്ചു മറിയില്ല. ആ ഫ്ലെയിമിൻ്റെ നീല നിറമൊക്കെ പോയി മഞ്ഞ നിറമായിട്ട് മാറും. ശക്തിയില്ല ഫ്ലെയിമിന്. കുറച്ച് നേരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, കുറേ നേരം കത്തും. ആ ഗ്യാസിൻ്റെ പൂർണ്ണമായിട്ട് കാലിയാവുന്നത് വരെ ചെറിയ ശക്തിയില്ലാത്ത ഫ്ലെയിമായിരിക്കും. നമ്മൾ വിചാരിക്കും എത്ര നേരമായി അടുപ്പത്ത് ചായക്ക് വെച്ചിട്ട് എന്താ അത് തിളയ്ക്കാത്തത് എന്ന്. എന്താ കാരണം? ഗ്യാസ് കഴിഞ്ഞു, വെറുതെ ഒരു പേരിന് കത്തുന്നുണ്ട് എന്നേ ഉള്ളൂ. അതുപോലെയാണ് മഹാത്മാക്കളുടെ അന്ധക്കരണം. അവരുടെ ഉള്ളിൽ ഇന്ധനമില്ല. ഏതിന്ധനം? ആഗ്രഹങ്ങളാകുന്ന, വാസനകളാകുന്ന ഇന്ധനം ഇല്ല. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ വിക്ഷേപങ്ങൾ ശക്തമല്ല. അവർക്ക് അജിറ്റേഷൻ ഒട്ടും ഇല്ല. അവർ ശാന്തരാണ്. ഇന്ധനം തീർന്നു കഴിഞ്ഞതുപോലെ. നിരിന്ധന ഇവാനലഹ എന്ന് പല ഗ്രന്ഥങ്ങളിലും പറയും. നിരിന്ധന ഇവ അനലഹ, ഇന്ധനം കഴിഞ്ഞ അഗ്നിയെ പോലെ അവരുടെ മനസ്സ് ശമിക്കുന്നു, ശാന്തമാകുന്നു. എന്നാൽ ഇന്ധനമുള്ളിടത്ത് അത് ആളിക്കത്തുന്നു. അപ്പോൾ പ്രാകൃത ജനങ്ങളുടെ ഉള്ളിൽ ഈ ഇന്ധനം നിറച്ചു വെച്ചിരിക്കുകയാണ്, വാസനേന്ധനം. ആ വാസനയുടെ പ്രഷറാണ് ഇതിനെ ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ ഇട്ട് കൊതിപ്പിക്കുന്നത്, ഇങ്ങനെ ആളിക്കത്തിപ്പിക്കുന്നത്, ഇങ്ങനെ തിളച്ചു മറിയിപ്പിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് സ്വൈരമില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള വാസനകളാണ് നമ്മുടെ സ്വൈരം കെടുത്തുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുടെ തള്ളിക്കയറ്റമാണ്, ഉള്ളിലുള്ള പ്രഷറാണ് നമുക്ക് സ്വൈരം തരാത്തത്. അപ്പോൾ വേറെ ആരുമല്ല നിങ്ങൾക്ക് സ്വൈരം തരാത്തത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് സ്വൈരക്കേടിനുള്ള ഇന്ധനമുള്ളത്. അതിനെ കുറയ്ക്കണം, അപ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചിത്തം ശാന്തമാവണമെങ്കിൽ, നമ്മുടെ മനസ്സ് സമാധിയിലേക്ക് പോകണമെങ്കിൽ, സമാധാനമുണ്ടാവണമെങ്കിൽ, സ്വസ്ഥതയുണ്ടാവണമെങ്കിൽ, നിശ്ചലമാവണമെങ്കിൽ എന്ത് വേണം? ഇന്ധനം കഴിയണം. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഇന്ധനം കഴിയാത്തിടത്തോളം കാലം, അതാണ് ഇവിടെ പറഞ്ഞത്, ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. അവർക്ക് ഉറയ്ക്കാൻ പറ്റില്ല. അപ്പോ എന്താ പറയുക, വിഷയലംബടന്മാരായ ഭോഗ ആസക്തന്മാരായിട്ടുള്ള ആളുകളോട് ധ്യാനം ചെയ്യാൻ പറഞ്ഞാൽ അവരെന്ത് ധ്യാനിക്കും?
അവരവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ധ്യാനിക്കുക, വിഷയങ്ങളെ ധ്യാനിക്കും. അവരെക്കുറിച്ച് ഇനി പറയാമുണ്ട്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെ ധ്യാനിക്കുന്നവരുടെ നാശത്തെക്കുറിച്ച് പറയുന്ന വരികളാണ്. വരാനിരിക്കുന്നു സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുന്ന ആ സന്ദർഭത്തിൽ പറയും. ഈ 2-ാം അധ്യായത്തിൽ തന്നെ വരും. അപ്പോൾ അവർ വിഷയങ്ങളെ ധ്യാനിക്കുന്നവരാണ്. വിഷയങ്ങളെ ധ്യാനിക്കുന്നവർക്ക് നാശമാണ് ഫലം, ശാന്തിയല്ല. അപ്പോൾ ഉള്ളില് വിഷയവാസനകൾ ഉള്ളിടത്തോളം കാലം, ഭോഗതൃഷ്ണ ഉള്ളിടത്തോളം കാലം, അവരുടെ മനസ്സ് അതിനാൽ വലിച്ചഴക്കപ്പെടുന്നിടത്തോളം കാലം, തയാ അപഹൃത ചേതസാം, അങ്ങനെയുള്ളവർക്ക് ആത്മസ്വരൂപത്തെ ധ്യാനിക്കാൻ എങ്ങനെ പറ്റും? അവരുടെ ചിത്തത്തിന് ശമം ഉണ്ടെങ്കിലല്ലേ ധ്യാനിക്കാൻ പറ്റുക, അടങ്ങിയാലല്ലേ ഏകാഗ്രതയുണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഏകാഗ്രതയുണ്ടാവുകയില്ല. അത്യന്ത സൂക്ഷ്മമായിട്ടുള്ള ആത്മസ്വരൂപത്തെക്കുറിച്ച് വിചാരം ചെയ്യാൻ, ധ്യാനിക്കാനൊന്നും അവർക്ക് സാധ്യമല്ല. അപ്പോൾ അവിടേക്ക് ഈ പറഞ്ഞ ആത്മീയമായിട്ടുള്ള ഒരു ധ്യാന പദ്ധതിയിലേക്ക് ഒരാൾ ഉയരണമെങ്കിൽ അയാളുടെ മനസ്സിൽ ഒരുപാട് പക്വത വരാനുണ്ട്, അയാളുടെ ഉള്ളിലുള്ള വാസനകൾ ക്ഷയിക്കാനുണ്ട്. ആ വാസനാക്ഷയത്തിന് വേണ്ടിയിട്ടാണ് കർമ്മയോഗം. കർമ്മയോഗത്തിലൂടെയാണ് നമ്മൾ വാസനകളെ എരിച്ചു കളയുക. നമ്മുടെ കയ്യിൽ നിറയെ ഇന്ധനം ഉണ്ടെന്ന് വയ്ക്കുക. ആ ഇന്ധനം നമുക്ക് വേണ്ടി മാത്രം പാചകം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കുറച്ചേ വേണ്ടി, അപ്പോൾ ആ ഇന്ധനം ബാക്കിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതേ ഇന്ധനത്തെ നാട്ടുകാർക്കുമൊക്കെ വേണ്ടി പാചകം ചെയ്യാൻ ഉപയോഗിക്കാം. മറ്റുള്ളവർക്കും വേണ്ടി പാചകം ചെയ്യാൻ ഉപയോഗിച്ചാലോ ആ ഇന്ധനത്തെ വേഗം നമുക്ക് എക്സോസ്റ്റ് ചെയ്യാം, അല്ലേ? ഇന്ധനം കഴിഞ്ഞാലോ അഗ്നി കെടും. അതാണ് ഇവിടുത്തെ കർമ്മയോഗത്തിന്റെ തത്വം. നമ്മുടെ ഉള്ളിലുള്ള ഇന്ധനം നമ്മൾ റിസർവ് ചെയ്ത് നമ്മുടെ മാത്രം കാര്യത്തിന് നമ്മൾ സഞ്ചയിച്ച് വെക്കുമ്പോൾ, അല്ലേ? ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഗ്യാസ് സിലിണ്ടറിൻ്റെ അലൊക്കേഷനുണ്ട്. ഒരു കുടുംബത്തിന് 2 സിലിണ്ടർ വരെ ഒരു മാസം ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒരു വർഷം 12, 20, 24 വരെ സിലിണ്ടറുകൾ ക്ലെയിം ചെയ്യാം. പക്ഷെ ഒരു വീട്ടിൽ ഒരാളേ ഉള്ളൂ അല്ലെങ്കിൽ 2 ആളേ ഉള്ളൂ വ്യക്തികൾ, അവർക്ക് മാത്രം പാചകം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു സിലിണ്ടർ തന്നെ ചിലപ്പോൾ 6 മാസം എത്തും. അടുത്തൊരു സിലിണ്ടർ വാങ്ങിച്ച് റിസർവ് വെച്ചിരിക്കുക. അയാളുടെ പേരിലുള്ള സിലിണ്ടറുകൾ ആ ഏജൻസിയിൽ കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ അവർ മറിച്ച് വിൽക്കും, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ പേരിലുള്ള സിലിണ്ടറിനെ നമ്മൾ വാങ്ങിച്ച് നമ്മൾ കൂടുതൽ ആളുകൾക്ക് വേണ്ടി പാചകം ചെയ്യുകയാണെങ്കിലോ ചിലപ്പോൾ ഒരു മാസം ഈ 2 സിലിണ്ടറിൻ്റെങ്കിലും മതിയാവില്ല. അപ്പം നമ്മുടെ ആശ്രമത്തിലൊന്നും 2 സിലിണ്ടറൊന്നും പോരാ, ഒരു 5 സിലിണ്ടർ 6 സിലിണ്ടർ വേണം ഒരു മാസം. എന്തുകൊണ്ട്? ഞാൻ ഒറ്റയ്ക്കല്ല, സ്വാമി ഒറ്റയ്ക്കല്ല തിന്നുന്നത്, അല്ലേ? സ്വാമിയുടെ സിലിണ്ടറുകൾ സ്വാമിക്ക് വേണ്ടി മാത്രമല്ല പാചകം ചെയ്യുന്നത്, അത് ഇവിടെ ഒരുപാട് പേർക്ക് വേണ്ടി പാചകം ചെയ്യുന്നു. അപ്പം എന്താവണു? തികയാതെ വരുന്നു, വേഗം കാലിയാകുന്നു. അപ്പം അതുപോലെ ആവണം നമ്മുടെ പ്രവൃത്തികളും. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ഹിതം പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ അത് കർമ്മയോഗമാക്കി മാറുന്നു. അത് കർമ്മയോഗമായി മാറുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാസന പെട്ടെന്ന് ക്ഷയിക്കുന്നു. നിരന്തരം നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് തന്നെയാണ് ഈശ്വര സേവ. നരസേവ, നാരായണ സേവ, ജീവസേവ, ജനാർദ്ദന സേവ.
എന്നുള്ള ഭാവത്തിൽ മാനവസേവ മാധവസേവ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മാലാവുന്ന രീതിയിൽ മറ്റുള്ളവർക്കെല്ലാം സഹായം ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ കുറഞ്ഞു പോകും. അതാണ് കർമ്മയോഗത്തിൻ്റെ രഹസ്യം. ഈ സ്വാർത്ഥതയെ കുറയ്ക്കാൻ നമ്മുടെ ഉള്ളിലെ വിശാലതയെ വളർത്തുകയാണ് വേണ്ടത്. നമ്മുടെ സങ്കുചിത ചിന്തയെ ഇല്ലാതെയാക്കാൻ അതിനെ എന്ത് ചെയ്യണം? എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. എല്ലാവരും ഞാനാണെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ എല്ലാവരും ഈശ്വരനാണെന്നുള്ളതായിട്ടുള്ള തോന്നൽ, ഞാൻ ആർക്ക് വേണ്ടി എന്ത് സേവ ചെയ്താലും അത് ഈശ്വര പൂജയാണെന്നുള്ളതായിട്ടുള്ള ഭാവം. അല്ലാതെ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് മാത്രമല്ല ഈശ്വര പൂജ, പൂജാമുറിയിൽ ചെയ്യുന്നത് മാത്രമല്ല ഈശ്വര പൂജ, ആർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുമ്പോഴും അതാണ് ഭഗവാന് പ്രിയപ്പെട്ട പൂജ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. യഥാർത്ഥത്തിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഭഗവാന് നിവേദ്യം കൊടുക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം. വിശക്കുന്നവരുടെ വായിൽ ഭക്ഷണം കൊടുക്കുന്നതാണ് എനിക്ക് അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്ന് ഭഗവാൻ ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആർക്ക് മനസ്സിലാവാനാ? ആര് കേൾക്കാനാ? അല്ലേ? സംസ്കൃതം ഒന്നാമത് അറിയില്ല, അറിഞ്ഞാലും ചെവി കൊടുക്കില്ല. ഭഗവാൻ ആവർത്തിച്ച് പറയണു, വിശക്കുന്നവരുടെ വായിൽ കൊടുക്കുന്നതാണ് എനിക്ക് അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ഏറ്റവും തൃപ്തികരം. എന്നെ നിങ്ങൾക്ക് തർപ്പണം ചെയ്യണമെങ്കിൽ എനിക്ക് തൃപ്തി തരാനായിക്കൊണ്ട് നിങ്ങൾ നിവേദ്യങ്ങൾ, ഹവിസ്സുകൾ സമർപ്പിക്കേണ്ട കാര്യമില്ല. ആവശ്യക്കാരുടെ വായിലേക്ക് കൊടുക്കൂ, അതിലൂടെ ഞാൻ സ്വീകരിച്ചോളാം. കാരണം ഞാൻ സഹസ്രശീർഷ പുരുഷനാണ്. എല്ലാ വായും എൻ്റെ വായാണ്, എല്ലാ വയറും എൻ്റെ വയറാണ്. ഞാൻ തന്നെയാണ് എല്ലാവരുടെ ഉദരത്തിലും വൈശ്വാനര അഗ്നിയായി കുടികൊള്ളുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഈ ഗീതയിൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞു തരും. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗുരുവായൂർ കൊണ്ടുപോയി തുലാഭാരം തൂക്കിയാലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. അവിടെ കൊണ്ടുപോയി ഹുണ്ടിയിൽ കൊണ്ടുപോയി കുറേ കാശിട്ടാലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. അവിടെ വഴിപാട് ചെയ്താലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. ഗുരുവായൂരും പഴനിയിലും ശബരിമലയിലും ചോറ്റാനിക്കരയിലും ഒക്കെ കൊണ്ടു കൊടുത്താലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണു? അവിടെയുള്ള കൊള്ളക്കാര് അതിനെ ധൂർത്തടിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രാരംഭത്തിൽ ഇതൊക്കെ ആവാം. എന്തിനു വേണ്ടി? നമ്മൾക്ക് ഈ കൊടുക്കാനുള്ള ശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഈശ്വരനെങ്കിലും കൊടുത്ത് ശീലിക്കൂ. ഈശ്വരന് കൊടുത്ത് ആദ്യം കൈയൊന്ന് നീട്ടി ശീലിക്കൂ. പിന്നീട് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പഠിക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഈശ്വരൻ മാത്രമല്ല, ഈശ്വരൻ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഈശ്വരൻ സർവവ്യാപിയാണ്. എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിരുന്ന് നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുന്നതും ഈശ്വരനുള്ള നിവേദ്യമാണ് എന്നുള്ള അറിവ് നമുക്ക് വളർന്നു വരും. വിശക്കുന്നവർക്ക് കൊടുക്കുന്നതൊക്കെ ഭഗവാന് കൊടുക്കുന്ന നിവേദ്യമാണെന്നുള്ള ബോധം നമ്മളിൽ വളർന്നു വന്നാൽ കൊടുക്കുന്നതിലൊരു സുഖം നമ്മൾ കണ്ടെത്തും. കൊടുക്കുന്നതിലുള്ള ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. നമ്മൾ എത്ര സമ്പാദിച്ചു കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം നമുക്കാകെ ഒരു വയറേ ഉള്ളൂ. നമുക്ക് എത്ര തന്നെ തിന്നാൻ പറ്റും? നമുക്ക് ഒരാൾക്ക് എത്ര തന്നെ തിന്നാൻ പറ്റും? അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്ത് ശീലിക്കുക. അതിപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് മാത്രം കൊടുത്ത് ശീലിക്കേണ്ട. അതാണ് മമത. അത് സങ്കുചിത ബുദ്ധിയാണ്. എനിക്കിത്രേ കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എൻ്റെ മക്കൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ദഹനക്കേട് പിടിക്കും. നമുക്ക് കഴിക്കാൻ പറ്റാത്തൊക്കെ മക്കളുടെ വായിൽ കുത്തിത്തിരികിയാൽ മക്കൾക്ക് ദഹനക്കേട് പിടിക്കും, അല്ലേ? അതുപോലെയാണ് ധനമാണെങ്കിലും.
ഇപ്പം നമ്മൾ ഭക്ഷണം മക്കളെ കൊണ്ട് ഓവറായിട്ട് തീറ്റിച്ചാൽ അവർക്ക് എല്ലാ അസുഖവും വരുന്നത് പോലെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതായിട്ടുള്ള ധനം മക്കൾക്ക് മാത്രമായി കൊടുക്കുമ്പോൾ അവരുടെ സ്വഭാവം കേടുവരും. അവർക്ക് ദഹനക്കേടുണ്ടാവും, അവർക്ക് അഹങ്കാരവും ധൂർത്തും തോന്നിയവാസവും മുടിയന്മാരായിട്ടുള്ള പുത്രന്മാരായി തീരും അവർ. അപ്പം അവർക്ക് കൊടുക്കേണ്ടത് നല്ല സംസ്കാരമാണ്, അല്ലാതെ കുറേ ധനമല്ല. അധികം ധനം കൊടുത്താൽ അവർക്ക് ദഹനക്കേടുണ്ടാവുമെന്ന് മനസ്സിലാക്കുക, ഓർമ്മ വയ്ക്കുക. അവർക്ക് നല്ല സംസ്കാരം കൊടുക്കുക. അപ്പം നമ്മുടെ മക്കൾക്ക് കൊടുക്കലല്ല ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മക്കളെ പോലെ തന്നെ മറ്റു വിശക്കുന്ന കുട്ടികളെയും കാണുക. നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ നമ്മുടെ മക്കളാണെന്ന് കരുതുക. എന്നിട്ട് അവരും വിശക്കുന്നവരാണെങ്കിൽ അവർക്കും കൊടുക്കുക. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സുഖവും ഉണ്ട്. അതിലൂടെ നമുക്കുള്ളിലുണ്ടാകുന്നൊരു വികാസമുണ്ട്, ആ ഒരു ആനന്ദം. നമ്മൾ വെറുതെ പിശുക്കി നമ്മളും കഴിക്കില്ല, ആർക്കും കൊടുക്കാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുന്നത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക അപകടമാണ് എന്ന് പറയാം ഞാൻ. ഏറ്റവും വലിയ അപകടമാണ്. നമ്മളും ജീവിക്കുന്നില്ല, നാട്ടുകാർക്ക് ആർക്കും നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവർക്കും ഒന്നും കൊടുക്കണില്ല, കൂട്ടിക്കൂട്ടി വെക്കുന്നു. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി മാത്രം. ആ മക്കളോ ഒരു നന്ദിയുമില്ലാതെ ഇതിൻ്റെ പേരിൽ ശണ്ട കൂടുകയും ചെയ്യും അവർ തമ്മിൽ. എത്ര നമ്മൾ കൂട്ടിവെക്കണോ അത്രയും പ്രശ്നമാണ് മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ശണ്ടയും ഉണ്ടാവാൻ. ഒരു പൈസയോ എന്തെങ്കിലും ഒരു കഷ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ അധികം പോയി എന്ന് അവർക്ക് തോന്നിയാൽ, സംശയം തോന്നിയാൽ സഹോദരങ്ങൾ തമ്മിൽ ശത്രുക്കളായിത്തീരുന്നു. 2 പേരേ ഉണ്ടാവുള്ളൂ, അമ്മ പെറ്റ മക്കള്. ആ 2 പേർക്കും തമ്മിൽ എന്തെന്നില്ലാത്ത ശത്രുത വളരാൻ കാരണവുമാകും. നമ്മൾ ധനം സമ്പാദിച്ചു വെക്കുന്നത് മക്കളെ തമ്മിൽ അടുപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് നല്ല സംസ്കാരം, നല്ല വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും കൊടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം. അല്ലാതെ നമ്മളെ ആലംബനം ചെയ്ത് ആശ്രയിച്ചു കൊണ്ട് കഴിയേണ്ടവരല്ല അവർ. സ്വതന്ത്രമായി നിൽക്കട്ടെ, സ്വന്തം വരുമാനം കൊണ്ട് അവർ ജീവിക്കട്ടെ. അവനവൻ അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് വേറെയാണ്, അതിൻ്റെ വിലയൊന്ന് വേറെയാണ്. അവനവൻ്റെ അധ്വാനത്തിൽ നിന്നുള്ളതിന് രുചി കൂടും. ഇത് മറ്റുള്ളവരുടെ നിന്ന് വെറുതെ കിട്ടുമ്പോൾ ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു രുചി ഉണ്ടാവില്ല, ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല, ഒരു വിലയും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വികസിക്കുക, മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളുക, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ കുറഞ്ഞ് സ്വാർത്ഥത കുറഞ്ഞ് നമ്മുടെ ഉള്ളിലെ വിക്ഷേപം കുറഞ്ഞു വരും. നമ്മുടെ ബുദ്ധിക്ക് ഒരു എന്താ പറയുക സ്ഥായീ ഭാവം ഉണ്ടാകും, വിക്ഷേപം കുറയും. ഈ അജിറ്റേഷൻസ്, ആഗ്രഹങ്ങൾ നിമിത്തമുള്ള അജിറ്റേഷൻസ് കുറയും. അതല്ലെങ്കിൽ ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ വികസിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് തിന്നാലും നമുക്ക് മതിയാവില്ല, കൊതി തീരില്ല. നജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശമ്യതേ. വിഷയങ്ങളുടെ ആഗ്രഹങ്ങളെ നമ്മൾ എത്രത്തോളം പോഷിപ്പിക്കുന്നുവോ അത്രത്തോളം അപകടമാണ്. നമ്മുടെ കാമങ്ങൾ വിഷയങ്ങളുടെ ഭോഗം കൊണ്ട് ഒരിക്കലും ശമിക്കാൻ പോകുന്നില്ല. അത് അഗ്നിയിൽ നെയ്യൊഴിച്ച് കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് എന്ന് നമ്മുടെ യയാതി, ഇവരുടെയൊക്കെ മുത്തശ്ശൻ പറഞ്ഞു പോയിരിക്കുന്നു. ഈ പാണ്ഡവന്മാരുടെയൊക്കെ മുത്തശ്ശനായിട്ടുള്ള യയാതി പറഞ്ഞു പോയിട്ടുണ്ട്. മഹാഭാരതം തുടങ്ങുന്നത് ഇവരുടെയൊക്കെ കഥ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ മുത്തശ്ശൻ പറഞ്ഞത് ഓർക്കണം. നജാതു കാമാഹ കാമാനാമുപഭോഗേന ശാമ്യതേ ഹവിഷ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. നമ്മുടെ കൊതിക്ക് ഒരു എല്ലയും ഇല്ല, ഒരു പരിധിയുമില്ല. ഈ ഭൂമി മുഴുവൻ നമ്മുടെ കാൽക്കീഴിലായാൽ പിന്നെ മറ്റു ലോകങ്ങളിലേക്ക് നമ്മൾ നോക്കും.
സ്വർഗാദി ലോകങ്ങൾ കീഴ്പ്പെടുത്തണം. സ്വർഗം കിട്ടിയാൽ ബ്രഹ്മാവിനെ കീഴ്പ്പെടുത്തണം. ഒരു ബ്രഹ്മാണ്ടം കീഴ്പ്പെടുത്തിയാൽ പിന്നെയും കിടക്കുന്നു ബ്രഹ്മാണ്ടങ്ങൾ. എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും വിഴുങ്ങണം. ഇങ്ങനെ നമ്മുടെ കൊതി വർദ്ധിച്ച് വർദ്ധിച്ച് വരികയല്ലാതെ ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്തവർക്ക് ഒരിക്കലും ഒരു ശമനവും ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ കൊതി തീരുന്നില്ല. അവരുടെ ഉള്ളിലെ ഈ വാസനേന്ദനം വീണ്ടും വീണ്ടും അവർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അവരുടെ മനസ്സെപ്പോഴും വിക്ഷിപ്തമാണ്. മനസ്സിനൊരിക്കലും ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല. സമാധൗ ന വിധീയത്തെ. സമാധിയിൽ അടങ്ങുന്നില്ല, ഏകാഗ്രത ഉണ്ടാകുന്നില്ല. ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയത്തെ. അതിൻ്റെ ഭാഷ്യം നോക്കാം. തേഷാം ച ഭോഗൈശ്വര്യപ്രസക്താനാം. ഭോഗഃ കർത്തവ്യം ഐശ്വര്യം ച ഇതി ഭോഗ ഐശ്വര്യയോഃ ഏവ പ്രണയവതാം തദാത്മഭൂതാനാം തയാ ക്രിയാവിശേഷ ബഹുളയാ വാചാ അപഹൃതചേതസാം ആച്ഛാദിത വിവേകപ്രജ്ഞാനാം വ്യവസായാത്മിക സാംഖ്യേ യോഗേ വാ ബുദ്ധിഃ സമാധൗ സമാധീയതേ അസ്മിൻ പുരുഷോ ഉപഭോഗായ സർവം ഇതി സമാധിഃ അന്ധഃകരണം ബുദ്ധിഃ തസ്മിൻ സമാധൗ ന വിധീയതേ ന ഭവതി ഇത്യർത്ഥഃ. തേഷാം അവർക്ക്, ആരാണവര്? ഭോഗൈശ്വര്യ പ്രസക്താന. എന്താണത്? ഭോഗഃ കർത്തവ്യം ഐശ്വര്യം ചൈതി. ഭോഗഃ കർത്തവ്യം, ഭോഗം അനുഭവിക്കണം, സുഖഭോഗങ്ങൾ അനുഭവിക്കണം. ഐശ്വര്യം ച, ഐശ്വര്യത്തെയും നേടണം, അനുഭവിക്കണം. ഇതി ഇപ്രകാരം ഭോഗ ഐശ്വര്യയോഹോ ഏവ പ്രണയവതാം. ഭോഗ ഐശ്വര്യങ്ങളോട് മാത്രം പ്രണയമുള്ളവരായിട്ടുള്ള തദ് ആത്മഭൂതാനാം, അത് തന്നെ അവരുടെ ആത്മാവായി, അത് തന്നെ അവരുടെ സ്വഭാവമായി, സ്വരൂപമായി, അവരുടെ മനസ്സ് നിറച്ചിതാണ്. ഭോഗം വേണം, ഐശ്വര്യം വേണം, എല്ലാം വെട്ടിപ്പിടിക്കണം, ഇന്ദ്രപദവി വേണം, ബ്രഹ്മപദവി വേണം. ഇങ്ങനെയുള്ള ആ കൊതി, ഞാൻ ചക്രവർത്തിയാകണം, 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും എന്നുള്ള ആ ഭാവം, അതാണ് ഭോഗൈശ്വര്യയോഹോ ഏവ പ്രണയവതാം തത് ആത്മഭൂതാനാം. അവരുടെ ഉള്ളു മുഴുവൻ അതാണ്. അങ്ങനെ ആയിത്തീർന്ന തയാ, തയാ എന്ന് പറഞ്ഞത് ഇവിടെ ക്രിയാവിശേഷ ബഹുളയാ വാച. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനേക ക്രിയാവിശേഷ, എന്താ പറയുക, ബഹുളമായിരിക്കുന്ന, നിറഞ്ഞിരിക്കുന്ന വിവിധങ്ങളായ ക്രിയകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്കുകളെ കൊണ്ട് അപഹൃത ചേതസാം, അവരുടെ ചേതസ്, അവരുടെ വിവേക ബുദ്ധി, അതാണ് ആച്ഛാദിത വിവേക പ്രജ്ഞാനാം എന്നർത്ഥം. അപഹൃത ചേതസ എന്ന് പറഞ്ഞാൽ ആച്ഛാദിത വിവേക പ്രജ്ഞാനാം. വിവേകപ്രജ്ഞ, വിവേകം ചെയ്യുവാനുള്ള അവരുടെ ആ ബുദ്ധിയുടെ സാമർഥ്യമാണ് പ്രജ്ഞ. ഒരു ലൈറ്റാണത്, ബുദ്ധിയുടെ ഒരു വെളിച്ചമാണ് പ്രജ്ഞ. അത് ആച്ഛാദിതം, അത് കവേർഡായിരിക്കുന്നു. അപ്പോൾ വെളിച്ചം മൂടപ്പെട്ടു. എങ്ങനെയാണോ നമ്മുടെ പണ്ടത്തെ മണ്ണെണ്ണ വിളക്ക്, ചിമ്മിനി വിളക്കുകളൊക്കെ കണ്ണാടിയിൽ പുക പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ വിളക്കുണ്ടെന്നേ അറിയില്ല, അല്ലേ? ദിവസവും വൈകുന്നേരം തുടച്ചു വെക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് മുത്തശ്ശിമാർ തുടച്ചു വെച്ചിട്ടാണ് ആ വിളക്കുകൾ കൊളുത്തി വെക്കുക പണ്ട്. ഇന്ന് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ന് പലതരത്തിലുള്ളതായിട്ടുള്ള എമർജൻസികളുണ്ട് നമുക്ക്. ഇപ്പോൾ പണ്ട് മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെച്ചിരുന്ന, ചിമ്മിനി വിളക്കുകൾ കൊളുത്തി വെച്ചിരുന്ന, റാന്തൽ വിളക്കുകൾ കൊളുത്തി വെച്ചിരുന്നവിടെ ആ റാന്തലിൽ രാത്രി മുഴുവൻ കത്തിയതിൻ്റെ പുകയുണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസം അത് തുടച്ചു വെക്കണം വൈകുന്നേരം ആകുമ്പോഴേക്കും. അല്ലെങ്കിൽ വിളക്കുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, വെറുതെ മണ്ണെണ്ണ കളയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മുടെ ഉള്ളിലുള്ള പ്രജ്ഞ എന്നതായിട്ടുള്ള പ്രകാശം, ബുദ്ധിയുടെ വിവേക സാമർഥ്യം, അത് ആച്ഛാദിതമാവുകയാണ്. എന്തുകൊണ്ട്? ഈ വാക്കുകളെ കൊണ്ട്, ഈ മോഹിപ്പിക്കുന്ന വചനങ്ങളെ കൊണ്ട്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മകാണ്ഡങ്ങളിൽ സ്വർഗാദി ഭോഗങ്ങളെക്കുറിച്ച് നമ്മളെ ആകർഷിക്കുന്നതായിട്ടുള്ള വാക്കുകളെ കൊണ്ട്. അപഹൃത ചേതസാം ആച്ഛാദിത വിവേകപ്രജ്ഞാനാം. അങ്ങനെയുള്ളവർക്ക്, ബുദ്ധി കെട്ടുപോയവർക്ക്, വ്യവസായാത്മിക,
വ്യവസായാത്മിക സാഖ്യേ യോഗേവ, ജ്ഞാനമാർഗത്തിലോ കർമ്മമാർഗത്തിലോ എന്നർത്ഥം. സാഖ്യമെന്നാൽ ജ്ഞാനമാർഗം, യോഗമെന്നാൽ കർമ്മമാർഗം, കർമ്മയോഗം. അപ്പൊ ജ്ഞാനയോഗമോ കർമ്മയോഗമോ അനുഷ്ഠിക്കുവാൻ അവരുടെ ബുദ്ധി സമാധൗ എന്ന് പറഞ്ഞതിന് സമാധി എന്താണെന്ന് പറയുന്നത്, സമാധീയതേ അസ്മിൻ പുരുഷ ഉപഭോഗായ സർവമിതി സമാധി അന്ധക്കരണം ബുദ്ധി. ബുദ്ധി തന്നെയാണ്, അഥവാ അന്ധക്കരണം തന്നെയാണ് സമാധി എന്നിവിടെ പറയുന്നത്. കാരണം പുരുഷ ഉപഭോഗായ സർവം സമാധീയതേ അസ്മിൻ, നമ്മുടെ വാസനകളൊക്കെ എവിടെയാണോ അടിഞ്ഞുകൂടി കിടക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഏതൊരു അന്ധക്കരണത്തിലാണോ അടിഞ്ഞുകൂടി കിടക്കുന്നത്, നമ്മുടെ ഉപഭോഗ വാസനകൾ മുഴുവൻ അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥാനമാണ് ബുദ്ധി. അപ്പോൾ എത്രത്തോളം വാസനകളുണ്ടോ ബുദ്ധിക്ക് അത്രത്തോളം പ്രഷറാണ്, അത്രത്തോളം ബുദ്ധിക്ക് അസ്വസ്ഥതയാണ്, അജിറ്റേഷനാണ്. അപ്പോൾ ബുദ്ധി തന്നെയാണ് ഇവിടെ സമാധി എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ബുദ്ധി സമാധി ആവണമെങ്കിൽ, അത് ശരിയായിട്ടുള്ള ബാലൻസ്ഡ് ബുദ്ധി ആവണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രഷർ കുറയണം. പ്രഷർ ഉള്ളിടത്തോളം കാലം അത് പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ ബുദ്ധിയുടെ ഉള്ളിൽ പ്രഷർ കുറയുന്നത് ആഗ്രഹങ്ങളുടെ പ്രഷർ കുറയുമ്പോഴാണ്, വാസനകളുടെ പ്രഷർ കുറയുമ്പോഴാണ്. അപ്പോൾ പുരുഷ ഉപഭോഗായ സർവം അസ്മിൻ സമാധീയതേ, ഏതൊരു അന്ധക്കരണത്തിലാണോ നമ്മുടെ ഉപഭോഗ വാസനകൾ മുഴുവൻ അടിഞ്ഞു കിടക്കുന്നത്, അതിനെയാണ് ഇവിടെ ബുദ്ധി എന്ന് അഥവാ സമാധി എന്ന് പറഞ്ഞത്. തസ്മിൻ സമാധൗ, ആ സമാധിയിൽ ന വിധീയതേ ന ഭവതി ഇത്യർത്ഥഃ. അപ്പൊ അവർക്ക് വ്യവസായാത്മിക ബുദ്ധി, അവർക്ക് നിശ്ചയം ഉറക്കുന്നില്ല എന്നർത്ഥം. ഈ ബുദ്ധി അവരുടെ നിശ്ചയത്തെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കില്ല. ഒരു കാര്യം തീരുമാനിച്ചാലും അത് നടപ്പിൽ വരുത്താൻ ഇവരുടെ ബുദ്ധി സമ്മതിക്കില്ല. നമ്മളൊക്കെ പലപ്പോഴും പല നിശ്ചയങ്ങൾ എടുക്കാറുണ്ട്. നാളെ തൊട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, ഇതൊക്കെ ചെയ്യും, നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂ ഇയർ ഡിസിഷൻ, അല്ലേ, വിഷു ഡിസിഷൻ, ദീപാവലി ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കും. പക്ഷെ എന്തുകൊണ്ടത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല? നമ്മൾ എടുത്ത ഡിസിഷൻ എന്താണ് നമുക്ക് ബുദ്ധിയിൽ ഉറപ്പിക്കാൻ പറ്റാത്തത്? ആ ബുദ്ധി അജിറ്റേറ്റഡ് ആണ്, ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ? സ്ഥിരമായതിലേ നമുക്ക് ഒന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ഇളകിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിയിൽ വേറൊരു നിശ്ചയം കൊണ്ടുപോയിട്ട് വെച്ചാൽ അതിരിക്കില്ല, അത് ഇളകിപ്പോകും, പെട്ടെന്ന് ഇളകിപ്പോകും. നല്ലോണം ഉറപ്പിക്കാൻ പറ്റണം. ഉറപ്പിക്കാൻ പറ്റണമെങ്കിൽ ഉറച്ച പ്രതലത്തിലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നല്ല സ്മൂത്തായതും നല്ല സ്ഥിരമായതുമായിട്ടുള്ള പ്രതലത്തിൽ നമുക്ക് ഏതെങ്കിലും വസ്തുക്കളെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതലത്തിൽ നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം അതുപോലെയാണ് നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിത്തം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്കൊരു നിശ്ചയം കൊണ്ടുവച്ചാൽ ആ നിശ്ചയം സെറ്റിലാവില്ല. എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി, എപ്പോൾ ഇളകിപ്പോയി എന്ന് ചോദിച്ചാൽ മതി. അതാണ് ഇവിടെ വ്യവസായാത്മിക ബുദ്ധി ഈ സമാധി ബുദ്ധിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. വ്യവസായാത്മിക ബുദ്ധി എന്നത് പുതിയ നിശ്ചയമാണ്. ആ നിശ്ചയത്തെ സമാധി എന്നതായിട്ടുള്ള നമ്മുടെ ഒറിജിനൽ ബുദ്ധിയിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നതിൽ എന്തിനെ കൊണ്ടുപോയിട്ട് ഉറപ്പിക്കാൻ? അപ്പോൾ ആദ്യം നല്ലൊരു ഫൗണ്ടേഷൻ വേണം എന്തും ഉറപ്പിക്കാൻ. അപ്പോൾ വ്യവസായാത്മിക ബുദ്ധി ഉറയ്ക്കണമെങ്കിൽ സമാധി ബുദ്ധി ഉറയ്ക്കണം. ആ സമാധി ബുദ്ധി ഉറപ്പിക്കാൻ എന്ത് വേണം? ചിത്തശുദ്ധി ഉണ്ടാവണം, ചിത്തത്തിലെ മാലിന്യങ്ങളൊക്കെ പോകണം, ചിത്തത്തെ വിക്ഷുബ്ധമാക്കുന്ന വാസനകൾ കുറയണം, ആഗ്രഹങ്ങൾ കുറയണം. അപ്പോൾ മാത്രമേ വ്യവസായാത്മിക ബുദ്ധി അതിൽ ഒട്ടി നിൽക്കുള്ളൂ. അല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിൽ പുതിയൊരു സാധനം കൊണ്ടുപോയി വെച്ചാൽ അത് ഇളകി മറിഞ്ഞ് എപ്പോഴോ പോയി. അപ്പോൾ വ്യവസായാത്മിക ബുദ്ധി എന്നുള്ളത് പുതിയ നിശ്ചയാത്മികയായ ബുദ്ധി, സമാധി എന്ന് പറയുന്നത് പഴയ ബുദ്ധി. നമ്മുടെ ഉള്ളിലുള്ള ആ അറിവ് തന്നെയാണ് നമ്മുടെ ബുദ്ധി.
അത് രണ്ടും കൂടി ചേർന്ന് പോവില്ല എന്നർത്ഥം. അപ്പോൾ വ്യവസായാത്മിക ബുദ്ധി ഇവിടെ തസ്മിൻ സമാധൗ ന വിധീയതേ ന ഭവതി ഇത്യർത്ഥഃ. വളരെ ലളിതമാണ് വിഷയം. അപ്പോൾ എന്ത് വേണം? ഈ നമ്മുടെ ഉള്ളിൽ ഒരു ഏകാഗ്രത, നിശ്ചയം ഉറയ്ക്കണമെങ്കിൽ ആദ്യം നമ്മുടെ അന്ധക്കരണം സ്റ്റേബിൾ ആവണം, പക്വമാകണം, ശുദ്ധമാകണം, നല്ല ഇരുത്തം വരണം നമുക്ക്. അതിന് അജിറ്റേഷൻ കുറയണം, ആഗ്രഹങ്ങൾ കുറയണം, വാസനകൾ കുറയണം. അതിനാണ് കർമ്മയോഗം. അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്. ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. അടുത്ത ശ്ലോകം. യഹ ഏവം വിവേകബുദ്ധിരഹിതാഃ തേഷാം കാമാത്മനാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകത്തെ കണക്ട് ചെയ്യണം. യഹ അല്ലെങ്കിൽ എന്ന് വേണം എടുക്കാൻ. യഹ എന്നുള്ളതിനേക്കാൾ ഏവം വിവേകബുദ്ധിരഹിതാഹ. എന്ന് പറഞ്ഞാൽ യാവരാണോ, ബഹുവചനമായിട്ട് ഏതാളുകളാണോ ഏവം വിവേകബുദ്ധിരഹിതാഹ, ഇങ്ങനെയുള്ള നിശ്ചയാത്മികയായ ബുദ്ധിരഹിതന്മാരായിരിക്കുന്ന ആളുകൾ, തേഷാം കാമാത്മനാം, ആ കാമാത്മാക്കളായിരിക്കുന്ന ആളുകൾക്ക്, അവർക്ക് എന്തുകൊണ്ട് വിവേകബുദ്ധിയില്ല? ഉള്ളിലെ കാമങ്ങളുടെ തള്ളൽ തന്നെയാണ്. അവരുടെ സമാധി എന്ന ബുദ്ധിക്ക് നിറച്ച് കാമമാണ്. ഉള്ളില് ഉപഭോഗ സംസ്കാരം നിറഞ്ഞു കിടക്കുകയാണ്. ആ ഉപഭോഗ സംസ്കാരം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് സാഖ്യത്തിലോ യോഗത്തിലോ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല. കർമ്മയോഗം അനുഷ്ഠിക്കാനോ ജ്ഞാനയോഗം അഭ്യസിക്കാനോ അവന് സാധിക്കുന്നില്ല. കാരണം കാമാത്മാവാണ്, അജിറ്റേറ്റഡ് മൈൻഡാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ പറയണ ഇവിടെ? ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. അപ്പൊ ഇവിടേക്കാണ് ഉപദേശം കൊണ്ടുവരുന്നത്. ഇതുവരെ പറഞ്ഞതിൻ്റെ എന്താണ് ലക്ഷ്യമെന്ന് പറയുകയാണ്. അർജുന, ത്രൈഗുണ്യ വിഷയാഃ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവ. അർജുനനാന്ന് സംബോധന ചെയ്തിട്ട് പറയണ ത്രൈഗുണ്യ വിഷയാഃ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവ. അപ്പോൾ വേദാഃ ത്രൈഗുണ്യ വിഷയാഃ. ഇവിടെ വേദാഃ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ അർത്ഥം? വേദങ്ങളിലെ ഈ പറഞ്ഞ പൂർവഭാഗത്തിലെ കർമ്മകാണ്ഡത്തിലെ പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, സ്വർഗാദി ഭോഗങ്ങളെ കാണിച്ചുകൊണ്ട് വിവിധ കർമ്മങ്ങൾ ചെയ്യാൻ വേദം പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ. ഈ കർമ്മകാണ്ഡത്തിലെ ഈ ഭാഗം ത്രിഗുണങ്ങളെ സംബന്ധിച്ചതാണ്. അതാണ് ത്രൈഗുണ്യ വിഷയാഃ വേദാഃ. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെയുള്ള ഫലങ്ങളെ നേടിത്തരുന്നതാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കർമ്മങ്ങൾ. വൈദികങ്ങളായ പല യജ്ഞങ്ങളും യാഗങ്ങളും കർമ്മങ്ങളും അത് നമ്മൾക്ക് ഒന്നുകിൽ രാജസം, അല്ലെങ്കിൽ സാത്വികം, അല്ലെങ്കിൽ താമസം, ഈ 3 ഫലങ്ങളെ നൽകുന്നതാണ്. 3 പ്രകാരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടാനുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ. ഇപ്പോൾ രാജസ കർമ്മങ്ങൾ ഉണ്ടാവാം, താമസ കർമ്മങ്ങൾ ഉണ്ടാകാം, സാത്വിക കർമ്മങ്ങൾ ഉണ്ടാകാം. വേദങ്ങളിൽ സാത്വിക കർമ്മം ചെയ്താൽ സാത്വികമായ ഫലം, രാജസ കർമ്മം ചെയ്താൽ രാജസങ്ങളായ ഫലം, താമസകർമ്മങ്ങൾ ചെയ്താൽ താമസങ്ങളായ ഫലം. അതിപ്പോ താമസകർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ശത്രുക്കളെ നശിപ്പിക്കാനൊക്കെ ഉള്ള കർമ്മങ്ങളുണ്ടല്ലോ, ആഭിചാര കർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആഭിചാര കർമ്മങ്ങളും വേദങ്ങളിൽ വിധിച്ചിട്ടുണ്ട്.
അതൊക്കെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് വിധിച്ചിട്ടുള്ളതെങ്കിലും പലരും അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അസൂയയുള്ളവരെ നശിപ്പിക്കാനൊക്കെ ഉപയോഗിക്കും. തങ്ങൾക്ക് ശത്രുക്കളാണെന്ന് തോന്നുന്ന ആളുകളുടെ നാശത്തിന് വേണ്ടി, അവർ വളരാതിരിക്കാൻ വേണ്ടി, അവരെ കൊണ്ട് തങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിട്ടല്ല, ഭയം ഉണ്ടായിട്ടല്ല, അവർ നന്നാവരുത്. അപ്പം അങ്ങനെയൊക്കെ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഏതൊരു കർമ്മമാണോ വേദങ്ങളിൽ അവനവൻ്റെ പ്രതിരോധത്തിന് വേണ്ടി വിധിച്ചിട്ടുള്ളത്, സെൽഫ് ഡിഫെൻസിന് വേണ്ടി രാജാക്കന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ കർമ്മങ്ങളൊക്കെ പലതും വിധിച്ചിരിക്കുന്നത്. രാജാക്കന്മാർക്ക് ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഭയം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ തടയാനുള്ള വഴികളാണ് ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങൾ, ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ. പക്ഷെ അത് ഇൻഡിവിജ്വൽസ് മറ്റു ചില ഇൻഡിവിജ്വൽസിനോടുള്ള പക തീർക്കാനായി കൊണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഭിചാര കർമ്മങ്ങളാക്കി അത് മാറ്റും. അപ്പോൾ തമോ ഗുണമാണ് അതിൻ്റെ ഫലം, അതാണ് താമസ ഫലം. അതുപോലെ രാജസം, മത്സരം കൊണ്ടുണ്ടാകുന്ന, സ്വാർത്ഥത കൊണ്ടുണ്ടാകുന്ന, കാമനകൾ കൊണ്ടുണ്ടാകുന്ന, വർദ്ധിച്ച കാമം കൊണ്ടുണ്ടാക്കുന്ന കർമ്മങ്ങൾ അത് രാജസമായിട്ടുള്ള ഫലങ്ങളെ നൽകുന്നു. വേറെ ചിലത് സാത്വികമായിട്ടുള്ള ഫലം. നമുക്ക് സാത്വികമായ ആഗ്രഹങ്ങളും ഉണ്ട്, അല്ലേ? ഇപ്പം നമ്മുടെ ദാരിദ്ര്യം മാറാനായിട്ട്, സന്തതികൾ ഉണ്ടാവാനായിക്കൊണ്ട്, വിവാഹാദികൾ നടക്കാനായിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങളും ദുരിതങ്ങളൊക്കെ മാറാനായിക്കൊണ്ട്, അങ്ങനെയൊക്കെ സാത്വികങ്ങളായ കർമ്മങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ പല പ്രകാരത്തിൽ ത്രൈഗുണ്യ വിഷയാഹ വേദാഹ, വേദങ്ങളിലെ കർമ്മങ്ങൾ 3 പ്രകാരത്തിലുള്ള വിഷയങ്ങളെ നൽകുന്നവയാണ്, സംബന്ധിച്ചവയാണ്. ത്രൈഗുണ്യ വിഷയാ വേദാഹ. അർജുന, എന്നും ഇതിൽ കിടക്കാനുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് അർജുന ത്വം ഭവ, നീ ഭവിച്ചാലും എന്തായിട്ട്? നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. ഇതാണ് വേദങ്ങളുടെ ഉപദേശം, ഇതാണ് വേദങ്ങളുടെ താല്പര്യം. ഭഗവാൻ അതെടുത്ത് പറയുകയാണ്. വേദങ്ങൾ നമ്മളെ ഈ പറഞ്ഞ സാത്വികം, രാജസം, താമസം എന്നുള്ള കർമ്മങ്ങളൊക്കെ ആദ്യം ചെയ്യിപ്പിച്ച് പിന്നീട് നമ്മളെ എവിടേക്ക് ഉയർത്തുന്നു? ത്രിഗുണാതീതരാവാൻ പ്രേരിപ്പിക്കുന്നു, ഗുണാതീതരാവാൻ വേണ്ടി. അതാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്, നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. ത്രിഗുണങ്ങൾക്ക് അതീതനായി ഭവിച്ചാലും നീ ഈ ഗുണവിഷയങ്ങളിൽ തന്നെ ഭ്രമിച്ചത് മതി. ഈ സാത്വികം, രാജസം, താമസം എന്നുള്ള ഈ വിഷയങ്ങളുടെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടന്നത് മതി. ഇത് 3 കൂടി ചേർന്നൊരു ബന്ധമാണ്, പാശമാണ്. ഈ 3 ഗുണങ്ങളാണ്. ഗുണങ്ങളെന്നാൽ കയറ് എന്നും അർത്ഥമുണ്ട്. കയറിന് ഗുണമെന്ന് പര്യായ ശബ്ദമുണ്ട്. അപ്പൊ ത്രിഗുണങ്ങൾ 3 പേരി കയറാണ്. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും കയറാണ്. ഇത് നമ്മളെ സംസാരത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മോചനം വേണോ? നിങ്ങൾ 3 ഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രരാവണം. അതാണ് നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. അത് ശരി, പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഒരാൾക്ക് നിസ്ത്രൈഗുണ്യനാവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നിസ്ത്രൈഗുണ്യനാവാനിട്ട് സാധിക്കുകയും ഇല്ല. അപ്പൊ അതിനെന്ത് വേണം? അതിനുള്ള വഴിയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമഃ ആത്മവാൻ. ഈ ഭവ എന്നത് ഇവിടേക്ക് കൊടുക്കണം. നിർദ്വന്ദ്വോ ഭവ, നിത്യസത്വസ്ഥോ ഭവ, നിർയോഗക്ഷേമഃ ഭവ, ആത്മവാൻ ഭവ. അപ്പോൾ ഇത് അഭ്യസിക്കുക. എന്താണ് അഭ്യസിക്കേണ്ടത്? നിസ്ത്രൈഗുണ്യനാവാനുള്ള വഴിയാണ് താഴെ പറഞ്ഞത്. നിസ്ത്രൈഗുണ്യനാവുക എന്നത് ലക്ഷ്യം, അതിലേക്കുള്ള മാർഗം, അതിലേക്കുള്ള അഭ്യാസമാണ്. നിർദ്വന്ദ്വോ ഭവ, നിത്യസത്വസ്ഥോ ഭവ, നിർയോഗക്ഷേമോ ഭവ, ആത്മവാൻ ഭവ. നിർദ്വന്ദ്വനായി ഭവിച്ചാലും, അപ്പൊ നിർദ്വന്ദ്വനായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വങ്ങളെ നിർഗമിച്ചവൻ, ദ്വന്ദ്വങ്ങൾ നിർഗമിച്ചവൻ, ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവൻ, ദ്വന്ദ്വാതീതനായി ഭവിച്ചാലും. അപ്പൊ എന്താണ് ദ്വന്ദ്വങ്ങൾ? ഓപ്പോസിറ്റ്സ് അല്ലെ, വിപരീത ഭാവങ്ങളാണ് ദ്വന്ദ്വങ്ങൾ. സുഖം, ദുഃഖം, രാഗം, ദ്വേഷം,
ജയം പരാജയം, ശീതം ഉഷ്ണം, മാനം അപമാനം, ഇതൊക്കെ ഓപ്പോസിറ്റ്സ് ആണ്, ദ്വന്ദ്വങ്ങൾ. ഇത് രണ്ടിനെയും അതിക്രമിക്കുക, സുഖദുഃഖങ്ങളെ ജയിക്കുക, സുഖദുഃഖങ്ങളെ അതിക്രമിക്കുക, ജയപരാജയങ്ങളെ അതിക്രമിക്കുക, മാനാപമാനങ്ങളെ അതിക്രമിക്കുക, ലാഭനഷ്ടങ്ങളെ അതിക്രമിക്കുക. അതിനെയാണ് മുമ്പേ പറഞ്ഞ സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ. അപ്പൊ അതിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ. സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളുമാകുന്ന ദ്വന്ദ്വങ്ങളെ അതിക്രമിക്കുക, ദ്വന്ദ്വങ്ങളിൽ കുലുങ്ങാതിരിക്കുക, ഫ്ലക്ച്വേറ്റ് ചെയ്യാതിരിക്കുക, സ്റ്റെബിലിറ്റി സമ്പാദിക്കുക. പെൻഡുലം പോലെ നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഊഞ്ഞാലാടുന്നത് പോലെ ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക്, രണ്ട് എക്സ്ട്രീമിലേക്ക് ആടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഇന്ന്. ആ ആട്ടം നിലയ്ക്കണം നമുക്ക്. സുഖവും ദുഃഖവും മാറി മാറി വരും നമ്മുടെ ജീവിതത്തിൽ. അത് രണ്ടും വരുമ്പോഴും നമ്മൾ കടന്ന് കുലുങ്ങാതിരിക്കണം. നമ്മുടെ ഉള്ളിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. സുഖം വരട്ടെ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുക, ദുഃഖം വരട്ടെ അമിതമായി ഡിപ്രസ്ഡ് ആവാതിരിക്കുക, ലാഭം വരട്ടെ അതിൽ സന്തോഷിക്കാതിരിക്കുക, നഷ്ടം വരട്ടെ അതിലും തകരാതിരിക്കുക. മറ്റുള്ളവർ നമ്മളെ പൂജിക്കട്ടെ മാനിക്കട്ടെ, അതിനെയും സമഭാവനയോടെ കാണുക. നിന്ദിക്കുമ്പോൾ അതും നമ്മൾക്ക് ഒരുപോലെ കാണാൻ കഴിയണം. ബാലൻസ്ഡ് ആയിട്ട് നേരിടണം. തീർച്ചയായിട്ടും നമ്മളെ ഒരാൾ മാനിക്കാൻ ഒരാളുണ്ടാവണമെങ്കിൽ നിന്ദിക്കാൻ അപ്പുറത്ത് രണ്ടാളുണ്ടാവാൻ വഴിയുണ്ട്. ഇതാണ് ലോക സ്വഭാവം. അപ്പം നമ്മൾ മാനം മാത്രം പ്രതീക്ഷിക്കാൻ പാടില്ല, ഒപ്പം അപമാനവും ഉണ്ടാകും. അപ്പൊ രണ്ടും പ്രതീക്ഷിക്കാതിരിക്കുക, രണ്ടിനെയും എന്റർടൈൻ ചെയ്യാതിരിക്കുക. മാനവും അപമാനവും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് അവർ തട്ടിവിടുന്നതാണ്. ചിലർ വന്ന് നമ്മളെ നന്നായി പുകഴ്ത്തും, അതിലൊന്നും നമ്മൾ പൊങ്ങിപ്പോകാതിരിക്കുക. എല്ലാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിരിക്കാം, ഓ സന്തോഷം. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാവണം, ഇതെന്തോ ഒരു കാര്യം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെ അവർ പുകഴ്ത്തുന്നത് കാര്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇനി അഥവാ നമ്മൾ യഥാർത്ഥത്തിൽ അവർ ആത്മാർത്ഥമായി സത്യസന്ധമായി നമ്മളെ പുകഴ്ത്തുകയാണെങ്കിലും നമ്മൾ എന്ത് കരുതാം? എല്ലാം ഈശ്വരാനുഗ്രഹം, അതെൻ്റെ പ്രത്യേകമായിട്ടുള്ള ഗുണമല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല അവരെന്നെ പുകഴ്ത്തുന്നത്, ഈശ്വരാനുഗ്രഹമാണ് എന്ന് കരുതുക. അപ്പോൾ മറ്റൊരാൾ വന്ന് നമ്മളെ നിന്ദിക്കുമ്പോൾ അതും എന്നെ ബാധിക്കില്ല, അത് ഈശ്വരൻ്റെ ഇച്ഛ, അതും ഈശ്വരൻ്റെ പ്രസാദം. ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഈശ്വര അനുഗ്രഹം എന്ന് വിചാരിച്ചത്, അപ്പോൾ മറ്റൊരാൾ നമ്മളെ നിന്ദിക്കുമ്പോൾ അതും ഈശ്വരൻ്റെ ഇച്ഛയാണെന്ന് കരുതാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. നേരെ മറിച്ച് ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ അത് എൻ്റെ കഴിവാണ്, എൻ്റെ മാത്രം കഴിവാണ്, തീർച്ചയായിട്ടും ഞാനത് ഡിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളതിനെ ഓൺ ചെയ്താൽ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുമ്പോൾ അതും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അജിറ്റേറ്റഡ് ആവുന്നത്, ദുഃഖിതരാവുന്നത്. നേരെ മറിച്ച് നമുക്ക് മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ നമ്മൾ അതിനെയും ഈശ്വരൻ്റെ അനുഗ്രഹമായി കരുതിയാൽ മറ്റുള്ളവരുടെ നിന്ദയെയും നമുക്ക് ഈശ്വര പ്രസാദമായി സ്വീകരിക്കാം, എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കാം, നമ്മളെ ബാധിക്കില്ല. അപ്പം അതുപോലെ നിർദ്വന്ദ്വോഭവ, ദ്വന്ദ്വങ്ങളെ നമ്മൾ ഒരുപോലെ നേരിടാൻ അഭ്യസിക്കുക. അഭ്യാസം കൊണ്ടത് സാധിക്കും, പ്രയത്നം കൊണ്ട് സാധിക്കും. അങ്ങനെ ദ്വന്ദ്വാതീതരാവുക, നിർദ്വന്ദ്വോഭവ. അതിനുള്ള വഴി എന്താണ്? അതിനുള്ള എളുപ്പ വഴിയാണ് നിത്യസത്വസ്ഥോഭവ. നിത്യസത്വസ്ഥോഭവ എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്വഗുണം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. സാത്വികങ്ങളായ കാര്യങ്ങളിൽ മാത്രം തൽപരരാവുക.
സാത്വികാന്യേവ സേവേദ. ഭഗവാൻ ഉദ്ധവനോട് പറയും ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ 11-ാം അധ്യായം 12-ാം അധ്യായത്തിലോ ഗുണങ്ങളെക്കുറിച്ച്, ത്രിഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയും, ഉദ്ധവ സാത്വികാന്യേവ സേവേദ, സാത്വികങ്ങളായ കാര്യങ്ങളെ മാത്രം സേവിക്കൂ, സാത്വികന്മാരായ ആളുകളുമായി കൂട്ടുകൂടൂ, സാത്വികമായ ഭൂപ്രദേശത്ത് ജീവിക്കൂ. ദുഷ്ടന്മാരുടെ നടുവിൽ ചെന്നിരുന്നാൽ അവരുടെ സ്വഭാവം നമുക്ക് പകർന്നു കിട്ടും. സാത്വികമായ ഭക്ഷണം കഴിക്കൂ, സാത്വികമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ TV ചാനലുകളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ന്യൂസ് ചാനൽ ഒട്ടും കാണാൻ പറ്റില്ല. അത്യന്ത തമോ ഗുണമാണ് ന്യൂസ് ചാനൽ. സീരിയലുകൾ അതുപോലെ തന്നെ. അപ്പൊ സാത്വികാന്യേവ സേവേദ, സാത്വികങ്ങളായവയെ സേവിക്കുക, സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, സത്സംഗം ചെയ്യുക, സജ്ജനങ്ങളുമായി സംഘം ചെയ്യുക, സൽക്കർമ്മങ്ങളിൽ പങ്കുചേരുക, സൽക്കർമ്മങ്ങളിൽ പങ്കുചേരുക, സദ്ഗ്രന്ഥങ്ങൾ പഠിക്കുക, സജ്ജനങ്ങളുമായി സംഘം ചെയ്യുക, ഈശ്വര ആരാധനാദികൾ, അതും സാത്വിക മൂർത്തികളെ സേവിക്കുക എന്ന് പറയുന്നുണ്ട്. മൂർത്തികളിൽ തന്നെ, ഈശ്വര ഭാവങ്ങളിൽ തന്നെ രാജസ താമസ ഭാവങ്ങളൊക്കെ ഉണ്ട്, കുട്ടിച്ചാത്താദികളൊക്കെ ഉണ്ട് അല്ലേ, താമസഭാവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് സാത്വികമായ മൂർത്തികളെ സേവിക്കുക. അങ്ങനെ എല്ലാറ്റിലും സാത്വികം തിരഞ്ഞെടുക്കാൻ പഠിക്കുക. അതാണ് ഇവിടെ നിത്യസത്വസ്ഥോ ഭവ. സത്വഗുണം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക, സത്വഗുണത്തിൽ ഉറയ്ക്കാൻ ശ്രമിക്കുക. കാരണം ആദ്യം സത്വഗുണം വർദ്ധിച്ചിട്ട് വേണം നിസ്ത്രൈഗുണ്യോ ഭവാർജുന. അതാണ് ലക്ഷ്യം. മതിൽ ചാടി അപ്പുറത്ത് കിടക്കണമെങ്കിൽ മതിലിന്റെ മുകളിലേക്ക് കയറണ്ടേ നമ്മൾ ആദ്യം? വേണ്ടേ? മതിലിന്റെ മുകളിൽ കയറിയിട്ട് വേണം മതിലിന്റെ അപ്പുറത്തേക്ക് ചാടാൻ. ഈ നിസ്ത്രൈഗുണ്യോഭവ എന്ന് പറയുമ്പോൾ മതിലിന്റെ അപ്പുറത്തേക്ക് ചാടല. അപ്പോൾ ഉയർന്ന മതിലാണ്, വലിയ കോട്ട മതിലാണ്. അപ്പോൾ അതിന് ആദ്യം മതിലിന്റെ മുകളിലെത്തണം നമ്മൾ, എന്നിട്ട് വേണം അപ്പുറത്തേക്ക് ചാടാൻ. അപ്പോൾ നിസ്ത്രൈഗുണ്യരാവണമെങ്കിൽ ഈ മതിലിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്ന പോലെയാണ് സത്വഗുണം. സത്വഗുണത്തിലേക്ക് എത്തിയാൽ അപ്പുറത്തേക്കും ചാടാം, ഇപ്പുറത്തേക്കും ചാടാം. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്ന് പറയും തെക്കൻ ദേശങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ അല്ലേ. കയ്യാലപ്പുറം എന്ന് പറഞ്ഞാൽ വേലി, മതില്, അതിനൊക്കെ കയ്യാല എന്ന് പറയും. അപ്പോൾ ആ വേലിയുടെ മുകളിൽ നിൽക്കുന്നതായിട്ടുള്ള തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന തേങ്ങ അപ്പുറത്തേക്കും വീഴാം, ഇപ്പുറത്തേക്കും വീഴാം. അത് ഭാഗ്യം പോലെ ഇരിക്കും. ഏത് വീട്ടുകാർക്കാണോ യോഗം ആ വീട്ടിലേക്ക് അത് വീഴും. ഇങ്ങടും തെറിക്കാം, അങ്ങടും തെറിക്കാം. അതുപോലെയാണ് സത്വഗുണം ഈ മതിലിൻ്റെ മുകളിൽ കയറുന്ന പോലെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കും എളുപ്പം പോവാം, ഇപ്പുറത്തേക്കും വരാം. വ്യവഹാരത്തിലേക്കും നമുക്ക് ഇറങ്ങി വരാം. വ്യവഹാര അതീതമായിരിക്കുന്ന ഈശ്വര തലത്തിലേക്കും നമുക്ക് ഉയർന്നു പോകാം. അപ്പോൾ അതിനുള്ള ആ ഉയർന്ന പടിയാണ് സത്വഗുണം. അതാണ് നിത്യസത്വസ്ഥോ ഭവ. അതിനുള്ള മറ്റൊരു അഭ്യാസം കൂടി പറയണ, നിർയോഗക്ഷേമ ഭവ. നിർയോഗക്ഷേമ ഭവ എന്ന് വെച്ചാലോ, യോഗക്ഷേമങ്ങളിൽ നിന്ന് നിർഗതനാവുക, യോഗക്ഷേമ ചിന്ത ഇല്ലാതെയാവുക. യോഗക്ഷേമ ചിന്ത എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറഞ്ഞാൽ ഇതുവരെ നേടാത്തതൊക്കെ നേടാനുള്ള ശ്രമമാണ്. അപ്രാപ്തസ്യ പ്രാപ്തി യോഗ, പ്രാപ്തസ്യ രക്ഷണം ക്ഷേമ. നേടിയതിനെ സംരക്ഷിക്കുവാനുള്ള ശ്രമം ക്ഷേമം. അപ്പം ഈ രണ്ട് പ്രയത്നങ്ങളും കുറയ്ക്കുക. നേടാത്തത് നേടാനുള്ള പ്രയത്നം കുറയ്ക്കുക, നേടിയതിനെ സംരക്ഷിക്കുവാനുള്ള ശ്രമവും കുറയ്ക്കുക. അങ്ങനെ യോഗക്ഷേമ ചിന്ത കുറച്ചു കൊണ്ടുവരിക. അത് ഈശ്വരൻ നോക്കിക്കോളും എന്നുള്ള ഉറപ്പ് ഉണ്ടാവുക. യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഈശ്വരന് നന്നായിട്ട് അറിയാം. കാലാകാലങ്ങളിൽ അദ്ദേഹം എത്തിച്ചുകൊള്ളും. എൻ്റെ പ്രാരബ്ധം എനിക്ക് വേണ്ടത് എത്തിക്കും. എനിക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രമേ എനിക്ക് വേണ്ടൂ, അല്ലാതെ ലോകത്തിലുള്ളതൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ ഒരു ബോധമാണ് യോഗക്ഷേമ ചിന്ത ഇല്ലാതാവാൻ നമ്മൾ വളർത്തേണ്ടത്. നിർയോഗക്ഷേമ, യോഗക്ഷേമ ചിന്ത കുറയ്ക്കുക. എന്നിട്ട് ആത്മവാൻ ഭവ. ആത്മവാൻ എന്ന് പറഞ്ഞാൽ നല്ല ജാഗ്രതയുള്ളവനായി ഭവിച്ചാലും, അപ്രമത്തോ ഭവ എന്നർത്ഥം. പ്രമാദമുള്ളവനാവരുത്. പ്രമാദം എന്ന് പറഞ്ഞാൽ അജാഗ്രത, ആലസ്യം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അപ്രമത്തനായി ഭവിച്ചാലും, ജാഗ്രതയുള്ളവനായി ഭവിച്ചാലും, ലക്ഷ്യബോധത്തോടുകൂടെ എന്താ പറയുക മുന്നോട്ട് പോയാലും. അപ്പോൾ 4 യോഗ്യതകൾ വളർത്താനാ പറഞ്ഞത്. നിർദ്വന്ദ്വോ ഭവ, നിത്യസത്വസ്ഥോ ഭവ, ക്ഷേമോ ഭവ, ആത്മവാൻ ഭവ. എന്തിന്? നിസ്ത്രൈഗുണ്യനാവാൻ വേണ്ടിയിട്ടുള്ള പടികളാണിത്. നിസ്ത്രൈഗുണ്യനാവാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെ നേടിയെടുക്കുക, സാധിച്ചെടുക്കുക, അഭ്യസിക്കുക. അപ്പോൾ വേദത്തിൽ ഈ പറഞ്ഞ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ത്രിഗുണങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളാണ്. അതിൽ തന്നെ കുരുങ്ങിക്കിടക്കാനുള്ളതിൽ അത് സംസാരമാണ്. ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സംസാരമാണ്. സംസാരത്തിൻ്റെ മറുകര കടക്കാനുള്ളതാണ് മനുഷ്യ ജീവിതം. അപ്പോൾ ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് നിസ്ത്രൈഗുണ്യരാവണം. അതിനുള്ള എളുപ്പ വഴി എന്നുള്ളത് ദ്വന്ദ്വാതീതരും നിത്യസത്വസ്ഥരും നിർയോഗക്ഷേമന്മാരും ജാഗ്രതയുള്ളവരുമായി ഭവിക്കുക എന്നതാണ്. അവനാണ് ഒരു ആധ്യാത്മിക സാധകൻ. അതാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. നമുക്കിതിൻ്റെ ഭാഷ്യം നാളെ കാണാം. ചിന്തിക്കുക. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെയും യഥാ സമയം 4 ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. നാളെ ബുധനാഴ്ച. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇന്ന് ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം. ഹരി ഓം. നാരായണ.